ഒരു ദിവസം സർക്കസിൽ നിന്ന് ഒരു കടുവ ഓടിപ്പോയി. ഒരു ദിവസം വൺ ഡേ സർക്കസിൽ നിന്ന് ഫ്രം സർക്കസ് ഒരു കടുവ ടൈഗർ ഓടിപ്പോയി. റാൻ അവേ. നമുക്ക് നോക്കാം. വൺ ഡേ ഒരു ദിവസം ടൈഗർ റാൻ അവേ ഫ്രം ദ സർക്കസ്. സർക്കസിൽ നിന്ന് ഒരു കടുവ ഒരു ദിവസം ഓടിപ്പോയി. ടൗണിലെ റോഡിലൂടെ നടന്നു. വാക്ക്ഡ് on the road in the town. He walked on the road in the town. ടൗണിലെ റോഡിലൂടെ നടന്നു. സർക്കസിൽ ആളുകൾ അവനെ ഭയപ്പെട്ടിരുന്നില്ല. People don't afraid him in the circus. ഇവിടെ നമുക്ക് നോക്കാം. In the circus people were not scared of him. ആളുകൾക്ക് അവനെ പേടിയില്ലായിരുന്നു. സ്കെയർ എന്ന് പറഞ്ഞാൽ ഭയപ്പെടാന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ആളുകൾ ധൈര്യശാലികളാണെന്ന് കടുവ കരുതി. അതുകൊണ്ട് തന്നെ therefore ആളുകൾ ധൈര്യശാലികളാണെന്ന് കടുവ കരുതി. ടൈഗർ തോട്ട് ദാറ്റ് പീപ്പിൾ വേർ ബ്രേവ്. യെസ്, സോ അതുകൊണ്ട് ദ ടൈഗർ തോട്ട് കടുവ വിചാരിച്ചു പീപ്പിൾ വേർ ബ്രേവ്, ആളുകളൊക്കെ ധീരന്മാരാണെന്ന്. എന്നാൽ തെരുവിൽ ആളുകൾ അവനെ കണ്ടു ഭയപ്പെട്ടു. ബാറ്റ് പീപ്പിൾ അഫ്രൈഡ് ഓഫ് ഹിം അറ്റ് സ്ട്രീറ്റ്. തെരുവിൽ ആളുകൾ അവനെ ഭയപ്പെട്ടു. ബട്ട് ഓൺ ദ സ്ട്രീറ്റ് തെരുവിൽ പീപ്പിൾ സോ ഹിം, ആളുകൾ അവനെ കണ്ടു. ആൻഡ് ഗോട്ട് വെരി സ്കേഡ്, അവനെ കണ്ട് വല്ലാതെ ഭയപ്പെട്ടു. അവർ നിലവിളിച്ചു ഓടി. ദേ ക്രൈഡ് ആൻഡ് റാൻ അവേ. ഇവിടെ നോക്കാം. ദേ സ്ക്രീംഡ്, അലറി വിളിക്കുന്നതിനാണ് സ്ക്രീം എന്നറിയാം. ദേ സ്ക്രീംഡ് ആൻഡ് റാൻ അവേ, അവർ അലറി വിളിച്ചു ഓടിപ്പോയി. കടുവ ആശയക്കുഴപ്പത്തിലായി. ദ ടൈഗർ ബിക്കെയിം കൺഫ്യൂസ്ഡ്. കടുവ ഭയങ്കര കൺഫ്യൂഷനിലായി. ഇവിടെ ദ ടൈഗർ വാസ് കൺഫ്യൂസ്ഡ്, കടുവ കൺഫ്യൂഷനിലായി. ആരെയും വേദനിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. ഹീ ഡിഡ് നോട്ട് വാണ്ട് ടു ഹേർട്ട് എനിവൺ. അവന് ആരെയും പ്രയാസപ്പെടുത്താൻ ആവശ്യമില്ലായിരുന്നു, ആഗ്രഹിച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ ഹീ ഡിഡ് നോട്ട് വിഷ്, അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അയാൾക്ക് ക്ഷീണം തോന്നി. വിശ്രമിക്കാൻ സ്കൂളിൽ പോയി. അയാൾക്ക് ഉദ്ദേശിച്ചത് കടുവക്കാട്ടോ. ഹീ ഫെൽറ്റ് ടയേർഡ്, ഫീലിൻ്റെ പാസ്റ്റ് ഫെൽറ്റ്, ഹീ ഫെൽറ്റ് ടയേർഡ്, അയാൾക്ക് ക്ഷീണം തോന്നി. ആൻഡ് വെൻറ്റ് ഇൻ ടു എ സ്കൂൾ, ഒരു സ്കൂളിലേക്ക് പോയി. ടു റെസ്റ്റ് എടുക്കാൻ വേണ്ടി. കുട്ടികൾ ആവേശഭരിതരായിരുന്നു, പക്ഷേ അധ്യാപകർ ഭയന്നു. ദ സ്റ്റുഡൻസ് വെർ എക്സൈറ്റഡ് ബട്ട് ടീച്ചേഴ്സ് അഫ്രൈഡ്. നോക്കാം നമുക്ക്. ദ കിഡ്സ് വെർ എക്സൈറ്റഡ്, കുട്ടികളൊക്കെ വളരെ ആവേശഭരിതരായിരുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സ് വെർ സ്കേഡ്, പക്ഷെ അധ്യാപകരൊക്കെ എന്ത് ചെയ്തു, വല്ലാതെ ഭയപ്പെട്ടു. കടുവ ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ കയറി ഉറങ്ങി. ദ ടൈഗർ വെൻറ്റ് ടു ഹെഡ് മാസ്റ്റേഴ്സ് റൂം ആൻഡ് സ്ലെപ്റ്റ്. ഇവിടെ ദ ടൈഗർ വെൻറ്റ് ഇൻ ടു ദ ഹെഡ് മാസ്റ്റേഴ്സ് റൂം, ഹെഡ് മാസ്റ്റർ റൂമിലേക്ക് കടുവ പ്രവേശിച്ചു. ആൻഡ് ഫെൽ എസ്ലീപ്പ്, നന്നായി ഉറങ്ങി. ഹെഡ് മാസ്റ്റർ ഭയന്നുപോയി, സുരക്ഷിതനായി ഇരിക്കാൻ കയറി. ദ ഹെഡ് മാസ്റ്റർ ബിക്കെയിം സ്കേഡ്, വല്ലാതെ ഭയന്നു. ആൻഡ് ഹീ ക്ലൈംഡ് അപ്പ് ടു സ്റ്റേ സേഫ്, അത് പേടിച്ചിട്ട് മുകളിലോട്ട് കയറി. കടുവയെ അകത്തു നിർത്താൻ അധ്യാപകർ വാതിൽ പൂട്ടി. കടുവയെ അകത്തു നിർത്താൻ അധ്യാപകർ വാതിൽ പൂട്ടി. ദ ടീച്ചേഴ്സ് ലോക്ക്ഡ് ദ ഡോർ ടു സ്റ്റേ ടൈഗർ ഇൻസൈഡ്. നോക്കാം. ദ ടീച്ചർ ലോക്ക്ഡ് ദ ഡോർ, അധ്യാപകരൊക്കെ എന്ത് ചെയ്തു, ടീച്ചേഴ്സ് ഡോർ അടച്ചു. ടു കീപ് ദ ടൈഗർ ഇൻസൈഡ്, കടുവയെ ഉള്ളിൽ തന്നെ ഇരുത്താൻ വേണ്ടിയിട്ട്. കടുവ ഉണർന്നപ്പോൾ പുറത്ത് യജമാനൻ്റെ ശബ്ദം കേട്ടു. When the tiger woke up, he heard the sound of his master. When the tiger woke up, കൈത
കടുവ എഴുന്നേറ്റപ്പോൾ ഹി ഹേർഡ് അദ്ദേഹം കടുവ കേട്ടു ഹിസ് മാസ്റ്റർ ഔട്ട്സൈഡ് അദ്ദേഹത്തിൻ്റെ യജമാനൻ്റെ ശബ്ദം കേട്ടു. ആളുകൾ അവനെ ക്രൂരൻ എന്ന് വിളിക്കുന്നത് കടുവ കേട്ടു. അത് അവനെ സങ്കടപ്പെടുത്തി. ആളുകൾ അവനെ ക്രൂരൻ. ദ ടൈഗർ ഹേർഡ് ദാറ്റ് പീപ്പിൾ കോൾ ഹിം ബ്രൂട്ടൽ ഓർ ബ്രൂട്ട്. ദ ടൈഗർ ഹേർഡ് കടുവ കേട്ടു പീപ്പിൾ കോളിങ് ഹിം എ ബ്രൂട്ട്. ആളുകളൊക്കെ അവനെ ക്രൂരൻ എന്ന് വിളിക്കുന്നത് കേട്ടു. ആൻഡ് ദാറ്റ് മേഡ് ഹിം സാഡ്. അത് അവനെ സങ്കടത്തിലാക്കി. ഓക്കേ, ഇത് നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ ബേസിക് സ്ട്രക്ചറിൻ്റെ 10 വീഡിയോസ് കഴിഞ്ഞു. ഇനി സെൻറ്റൻസ് ഫോർമേഷനിലൊക്കെ നമ്മൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഫോർമേഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ.